ഹലോ, എല്ലാവർക്കും നമസ്കാരം. കൊച്ചിൻ്റെ തിരക്കിൽ നിന്ന് മാറിയിട്ട് വൈകുന്നേരം ഒന്ന് അടിപൊളിയാകാൻ വേണ്ടി നമ്മളിപ്പം വന്നിരിക്കുന്നത് കൊച്ചി ക്യൂൻസ് വാക്ക് വേയിലാണ്. ഇന്ന് ഞായറാഴ്ച രാവിലെ മുതലേ നല്ല മഴയേ പെയ്തില്ല. അതുകൊണ്ട് നല്ല കാലാവസ്ഥ. ഇപ്പോൾ സമയം ഏകദേശം 6 മണി ആയി. എന്നാലും അവിടെ നല്ല വെളിച്ചമുണ്ട് കേട്ടോ. ക്യൂൻസ് വാക്ക് വേയിൽ ഇന്ന് മഴയേ ഇല്ലാതെ കൊണ്ടും പക്ഷേ മഴക്കാലമായതുകൊണ്ട് ചുറ്റുമുള്ള ചെടികളെല്ലാം നല്ല തളിർത്തിട്ടുണ്ട്. ഇതാ ദൂരെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. ഈ സൂര്യനെ ഇപ്പം ഇങ്ങനെ കാണുമ്പോഴേ എൻ്റെ മനസ്സിൽ പണ്ടത്തെ കാര്യം ഓർമ്മ വരുന്നത്. നമ്മൾ ഈ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നുണ്ടല്ലോ സൂര്യൻ്റെ പര്യായങ്ങൾ. ദിവാകരൻ, അർക്കൻ, ഭാസ്കരൻ, അങ്ങനെ ഒരുപാട് പര്യായം പഠിക്കുന്നില്ലേ. അതെല്ലാം പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വരുന്നത്. എന്താ കായൽ നോക്കിയാൽ ഒരുപാട് പായൽ ഇങ്ങനെ വന്നടിഞ്ഞിട്ടുണ്ട്. അതെല്ലാം പച്ചയുണ്ട് കേട്ടോ. ഇതിന് വെള്ളം താഴുമ്പോൾ ഇങ്ങനെ ചുറ്റും ഒരു ചെളിമണം വരും. പക്ഷെ ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്. ക്യൂൻസ് വാക്ക് വേ എന്തായാലും ഇപ്പം നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ വന്നിട്ട് ആ സൂര്യൻ്റെ വെളിച്ചത്തിൽ നല്ല സെൽഫിയെല്ലാം എടുക്കുന്നുണ്ട്. കണ്ട വാക്ക് വേ നല്ല വൃത്തിയില്ലേ, മുന്നത്തെ പോലെ അല്ല. അങ്ങനെ ഞാൻ അല്പം വീഡിയോസെല്ലാം ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്ന്. ഇപ്പം ഈ ക്യൂൻസ് വാക്ക് വേ പരിപാലിക്കുന്നത് പ്രസ്റ്റീജ് ഗ്രൂപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു ബോർഡ് ഇങ്ങനെ വെച്ചിട്ട് കാണാം. വാക്ക് വേയിൽ നട്ടു വളർത്തിയ ചെടികളെല്ലാം പൂത്തു തുടങ്ങി കേട്ടോ. ഏകദേശം ഓണക്കാലമായല്ലോ. ഓണക്കാലമാകുമ്പോഴല്ലേ ചെടികളെല്ലാം പൂക്കാൻ തുടങ്ങുന്നത്. ഒരു തകരാറായ ബോട്ട് അവിടെ സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. എന്തോ കംപ്ലൈൻറ്റ് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രസ്റ്റീജ് ഗ്രൂപ്പിനെ പറ്റി. അവരതൊന്നും ഇവിടെ ഈ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദൂരെ കാണാം ഇഷ്ടംപോലെ ഫ്ലാറ്റ്. അതിന് ഇവിടെ കണ്ട കുറേ ചെറിയ കടകൾ. ഇന്നാൾ വൈകുന്നേരങ്ങളിൽ നല്ല വൈബ് സംഭവമായിരുന്നത്. ഇഷ്ടംപോലെ തട്ടുകടകളും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം എന്താണെന്ന് അറിയില്ല. ഗവൺമെൻറ് ഒഴിപ്പിച്ചാണോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പം പുതിയ എന്തെങ്കിലും ആയിട്ട് വരാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും. ഏതായാലും ഇപ്പം നിലവിൽ അത് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ ഞാൻ വാഗ്വ വഴി മുന്നോട്ട് നടന്നു. ഇത് കണ്ട, ഇത് ഈ ഒരു ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ ഒരു ചാർന്നിരിക്കാനൊന്നും ഒരു സുഖമില്ലാതെ കൊണ്ടേ അവിടെ ആൾക്കാർ വെറുതെ അധികം ഇരിക്കാറില്ല. ഇതാ അവിടെ ഏറ്റവും മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഒരു സീനറി ആയത്. നല്ല കണ്ടൽ കാടുകൾ ഇങ്ങനെ വളർന്നിട്ട് അതിൻ്റെ വേരുകൾ ഇങ്ങനെ ചുറ്റി നിൽക്കുന്ന കണ്ട. ഒരുപാട് വേരുകൾ ഇങ്ങനെ ഇതായിട്ട് ഇതിങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ. ഇതൊരു എന്താ പറയുക, ആ ഒരു നല്ലൊരു വേലി തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വൈകുന്നേരങ്ങളിൽ പോയിട്ട് ഉച്ചക്കും എല്ലാം ഇരിക്കാൻ വേണ്ടി നല്ലൊരു തണലേകാനും ഈ കണ്ടൽക്കാടിന് നമുക്ക് കഴിയുന്നുണ്ട്. ഈ ദൂരെ നിന്നും നമുക്ക് കാണാം നല്ല പച്ച വിടർത്തിയ കണ്ടൽക്കാട്. ആൾക്കാരൊക്കെ ഒരുപാട് വന്നു തുടങ്ങി കേട്ടോ വാഗ് വേയിൽ. ഏതായാലും ഇന്ന് ഞായറാഴ്ചയല്ലേ. ദൂരതാ സൂര്യൻ്റെ ആ സ്വർണ്ണ വെളിച്ചം നമുക്ക് കാണാം. ഒരുപാട് വണ്ടികൾ റോഡിലൂടെ പോകുന്നതും കാണാം. ഇതാണ് ഗോശ്രീ ഡെവലപ്മെൻറ്റിൻ്റെ ബിൽഡിങ്. ബിൽഡിങ്ങിന് മാത്രം വലിയ ഡെവലപ്മെൻ്റ് ഇല്ല, ചുറ്റുമുള്ള ഫ്ലാറ്റുകളെല്ലാം നല്ല ഡെവലപ്മെൻ്റ് ആയി വരുന്നുണ്ട്. ഈ കാണുന്ന സെറ്റപ്പ് എന്ന് വെച്ചാൽ ആൾക്കാരെ മീൻ പിടിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ഇതിപ്പം ചാക്യാത്ത് റോഡിലാണ് നമ്മൾ ശരിക്കും ഉള്ളത്. ഇത് ഏകദേശം ഹൈക്കോടതിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറി ഇപ്പുറത്താണ്. ദൂരെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഐ ലവ് യു കൊച്ചിൻ്റെ ഇത്. എന്തായാലും കൊച്ചിയിൽ ഇന്ന് സൂര്യാസ്തമയം കാണുന്നതിൽ ഏറ്റവും നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ള സ്ഥലമാണ് ഈ ചാക്യാത്ത്. എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്